ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും എണീറ്റു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 4 മണി കഴിഞ്ഞു കേട്ടോ. ഇന്ന് നമുക്ക് കൊറിയർ ബാക്ക് ചെയ്യാനും കുറേ ജോലികൾ പ്ലാൻ ഇട്ടിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മ ഇന്ന് വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം, പറ്റിയ എനിക്കൊന്ന് ഷോപ്പിങ്ങിന് പോകണം, അങ്ങനെ കുറേ പ്ലാനുകളുണ്ട്. ഞാൻ 4 മണിക്ക് എണീറ്റു കേട്ടോ. ഇപ്പോൾ പിറ്റേ ദിവസം നമുക്ക് അയക്കാനുള്ള കൊറിയറിൻ്റെ എല്ലാം തലേ ദിവസം രാത്രി ആകുമ്പോൾ ഞാൻ അശ്വിന് അഡ്രസ്സ് അയച്ചു കൊടുക്കും. അപ്പം അവനത് പ്രിന്റ് എടുത്തിട്ട് നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു ടേബിൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ ഞാൻ അഡ്രസ്സ് എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഉറങ്ങി വീണ് പോയിട്ട് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ ഓർത്തേക്ക് ഇപ്പം 4 മണിക്ക് എണീറ്റിട്ട് രാവിലെ അത്യാവശ്യം ഭക്ഷണം കഴിച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി കഴിയുമ്പോഴത്തേക്കും ചോറൊക്കെ അടുപ്പത്തിട്ടിട്ട് നേരെ ബാക്കിയുള്ള അഡ്രസ്സ് അയച്ചു കൊടുക്കുക. അപ്പോൾ അവൻ എണീക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇവൻ എടുത്തു വെച്ച അത്രയും പ്രിന്റ് നമുക്ക് എല്ലാം പാക്ക് ചെയ്യാം. ബാക്കിയുള്ളത് പിന്നെ അവൻ എണീറ്റ് കഴിയുമ്പോൾ ബാക്കിയുള്ളതും കൂടി എടുത്ത് തന്നു കഴിയുമ്പോൾ അതും കൂടി നമുക്ക് പാക്ക് ചെയ്തിട്ട് നയിക്കാം. അതൊക്കെയാണ് എൻ്റെ പ്ലാൻ. ഉറങ്ങി വീണുപോയി, അതാണ് വെച്ചത്. അപ്പോൾ രാവിലെ ഞാൻ തലയൊക്കെ ചീകി ബ്രഷൊക്കെ ചെയ്ത് തലയൊക്കെ ചീകി വന്നിട്ട് ഇത് നമുക്കൊരു കമ്മൽ തപ്പിയെടുക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പറ്റുമോ? എൻ്റെ കമ്മലിൻ്റെ സെക്ഷനാണ് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ സംഗതികളും നമ്മളിങ്ങനെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ വളരെ എളുപ്പം. ഇതിപ്പോൾ ഒരേ കളറിന് ഒരേ ബോക്സ് മേടിച്ചിട്ട് അതേപോലെ അതിനകത്ത് ഓരോന്നിനും 30 കള്ളി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചുമപ്പ് ഒരു ബോക്സിൽ, പച്ച ഒരു ബോക്സിൽ, അതിൻ്റെ മുകളിൽ നമുക്ക് പേര് എഴുതിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് എളുപ്പം എന്ത് ഡ്രസ്സാണോ ഇടുന്നത് അതിന് ചേരുന്ന ഒരു കമ്മലൊക്കെ ഇട്ട് നമ്മൾ സന്തോഷമായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് മെറൂൺ ഉടുപ്പല്ലേ ഇട്ടേക്കണം. അപ്പോൾ മെറൂൺ എന്തായാലും മെറൂൺ കളറില്ല ഇരുന്നത്. അപ്പോൾ ഒരു ചുമപ്പ് കളർ നമുക്ക് തപ്പിയെടുക്കാം. അപ്പൊ ഇന്നത്തെ ഡ്രസ്സിന് ചേരുന്ന വിധത്തിൽ ഞാനൊരു റെഡ് പൂവിന്റെ ഒരു കമ്മല് തപ്പിയെടുത്തിട്ടുണ്ട്. നല്ല രസമില്ല, നല്ല വലിയൊരു കുടം പൂ പോലത്തെയാണ്, നല്ല ഡാലിയ പൂ പോലത്തെയാണ്. അപ്പൊ അതൊക്കെ ഇട്ടു. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. തലേ ദിവസം ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കും കേട്ടോ. ഒന്നെങ്കിൽ ഇപ്പൊ അപ്പത്തിന് ദോശയ്ക്കോ മില്ലറ്റ് ദോശയ്ക്കോ ഒക്കെ ഉള്ളത് അരച്ചു വെക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഴം പുഴുങ്ങാനുള്ള സെറ്റപ്പ്. ചില ദിവസം ഞാൻ ഏത്തപ്പഴമായിരിക്കും രാവിലെ കഴിക്കുന്നത്. അങ്ങനെ ഇന്നലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ആ ചപ്പാത്തി രാവിലെ കഴിക്കണം. എന്നിട്ട് കറിയൊന്നും കൂട്ടിയല്ല, ഞാൻ രാവിലെ എണീക്കുന്ന വഴി കറിയൊന്നും കൂട്ടി കഴിക്കത്തില്ല. ഇങ്ങനെ 4 മണി 5 മണിക്കൊക്കെ ആയിട്ട് ഞാൻ എണീക്കുന്നത്. അപ്പം ഞാൻ വേഗം പോയിട്ട് പിന്നെ ചില ദിവസങ്ങളിൽ കട്ട ചായ വെക്കും. പക്ഷെ കുറേ ദിവസം കട്ട ചായ വെച്ചാൽ നമുക്ക് വയറ് എരിയാൻ തുടങ്ങുന്നതനുസരിച്ച് അപ്പോൾ ഇച്ചിരി പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ട് അല്ലെങ്കിൽ പാലുണ്ടാവും അങ്ങനെ ചേർത്തിട്ട് നമ്മൾ പാൽച്ചായം വെച്ചിട്ട് ചപ്പാത്തി 2 എണ്ണമൊക്കെ നമ്മൾ ആ ചായയുടെ കൂടെ ചുമ്മാ കടിച്ച് വെച്ച് തിന്നാറില്ല, അങ്ങനെ തിന്നും കേട്ടോ. ചിലപ്പോൾ അതിനകത്ത് ഇച്ചിരി പഞ്ചസാര കിട്ടും. ഇപ്പം ഞാൻ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കും, നന്നായിട്ട് വണ്ണം വെച്ചു. ഇപ്പം 69 കിലോയായി. ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു. കുറേ ഫുഡ് കഴിച്ച് പുറമേ പോയിട്ട് അശ്വനും കൂടി ഇങ്ങനെ എല്ലാ സ്ഥലത്തോടെ നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നതാണ്. അപ്പോൾ ഒക്കെ പുറമേന്ന് ഭക്ഷണം കഴിച്ച് ഭയങ്കര വണ്ണം വെച്ചു. അപ്പോൾ ഇനി അത് കുറേ ദിവസങ്ങളായിട്ട് എക്സസൈസ് എല്ലാം മുടങ്ങി കിടക്കുക, ഇനി സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇനി എക്സസൈസ് എല്ലാം പുനരാരംഭിക്കണം, നന്നായിട്ട് വണ്ണം കുറയ്ക്കണം. അതുകൊണ്ട് ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്ത് ചായന്ന് പാലിനും പിന്നെ ചോക്ലേറ്റും എല്ലാം കംപ്ലീറ്റ് കട്ട് ചെയ്ത് വല്ലപ്പോഴും ഭയങ്കരമായിട്ട് ബുദ്ധി തോന്നുമ്പോൾ ഐസ്ക്രീം ഇവിടെ മേടിച്ചിട്ടുണ്ടാവും മിക്കപ്പോഴും ഇവര്. അപ്പം 1/2 ലിറ്ററിന്റെ 1 ലിറ്ററിന്റെ ഒക്കെ. അപ്പം അതിന്റെ വളരെ കുറച്ചെടുത്ത് കഴിക്കുക. അങ്ങനെയാണ് ഷുഗർ കംപ്ലീറ്റ് കിട്ടുന്നത്. എന്നാലും എന്റെ വണ്ണം ഇച്ചിരി കൂടി കുറയ്ക്കണം. ആക്ച്വലി എനിക്ക് 159 സെന്റിമീറ്റർ എനിക്ക് പോക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 59 കിലോയെ പാടുള്ളൂ. അതിനാണ് ഞാനിപ്പോൾ 61 കിലോ, 10 കിലോ കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. അത്രയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ 62 63 ആ ഒരു കേജിയിലേക്ക് ആവണം. 62 കിലോയൊക്കെയാണ് ഏറ്റവും ഐഡിയലായിട്ട്. അപ്പോൾ എന്തായാലും 5-8 കിലോ കുറയ്ക്കാനുണ്ട്. അപ്പൊ ഇനി എക്സസൈസ് ഒക്കെ തുടങ്ങണം വരിക. അങ്ങനെയാ ഇത് നമ്മുടെ വിലോയ്ക്കുള്ള ഫുഡ് ഞാൻ കുക്ക് ചെയ്തിട്ട്, അതായത് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് മത്തങ്ങ ചേർക്കും, വെജിറ്റബിൾ ആയിട്ടുള്ള സംഗതികളെല്ലാം ചേർക്കും, ക്യാരറ്റ്, മത്തങ്ങ, പിന്നെ ചിക്കൻ, അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കും. കുറച്ചധികം വെജിറ്റബിളും ചിക്കൻ്റെ എല്ല് കളഞ്ഞിട്ട് ഇല്ലാത്ത ഭാഗം ബ്രസ്റ്റ് പീസൊക്കെ ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് വേവിക്കും. എന്നിട്ട് വേവിച്ചിട്ട് ഒന്നുകിൽ നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചു വെക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മാഷ് ചെയ്യുന്ന ആ മാഷറും കൊണ്ട് ശരിക്കും ഒന്ന് പ്രസ് ചെയ്ത് എല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ഐസ് ട്രൈകളിൽ ചാക്കി വെക്കും. അപ്പം എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ക്യൂബ്സ് അല്ലെങ്കിൽ 2 ക്യൂബ്സ് ആണ് ഒരു ദിവസം നമ്മൾ കൊടുക്കുക. പിന്നെ അല്ലാത്ത അതിന്റെ ക്യാറ്റ് ഫുഡ് വേറെ ഉണ്ടാവും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്ന തിന്നും. അപ്പൊ നല്ല വെജിറ്റബിളൊക്കെ കിട്ടുകയും ചെയ്യും. അതിന് പ്രോട്ടീന്റെയും ബാക്കിയുള്ള വിറ്റാമിൻ മിനറൽസിന്റെ എല്ലാം കുറവ് പരിഹരിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ തലേ ദിവസം വന്നിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. അപ്പൊ ഞാൻ അങ്ങനെ 4 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ എടുത്ത് വെച്ച് രാവിലെ ഞാൻ വന്ന വഴി തന്നെ, അത് നമ്മളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. പുള്ളിക്കാരൻ നമ്മളെ വിളിച്ചോണ്ടാണ് അടുക്കളയിലേക്ക് വരുന്നത്. ഫുൾ ടൈം നമ്മുടെ കൂടെ ചുറ്റിപ്പറ്റി ഉണ്ടാവും കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കൂടെ ഒരു കുഞ്ഞി കൊച്ച് എപ്പോഴും ജീവിക്കുന്ന അതേ ഫീലാണ്. അങ്ങനെയാണ് എപ്പോ നമ്മൾ കാണുന്നത്. എവിടെ പോലും ബാത്റൂമിൽ പോയാൽ അതിന്റെ മുമ്പിൽ വന്ന് കാവൽ കിടക്കും.
അടുക്കളയിൽ വന്നാൽ അവിടെ ഉണ്ടാവും ചുറ്റിപ്പറ്റി. അങ്ങനെയാണ് എന്നെ വഴി തന്നെ ഫ്രിഡ്ജിന്റെ മുമ്പിൽ നിന്ന് കരച്ചിലാട്ടോ. അമ്മ തുറക്ക് വേഗം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഞാൻ തലേ ദിവസം ഫ്രീസറിൽ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഒരു ക്യൂബ്സ് ആദ്യം എടുത്ത് കൊടുക്കും. അതിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ അതിന്റെ മുകളിൽ ഒഴിക്കും. അപ്പൊ ആവശ്യത്തിന് അതിന് ഹൈഡ്രേഷൻ കിട്ടും. എല്ലാം ഇത്രയും വിറ്റാമിൻ ഇത് മേടിക്കണമെങ്കിൽ ഭയങ്കര റേറ്റ്. ഇത് തന്നെ നമ്മൾ പുറമേ നിന്ന് പാക്കറ്റായിട്ട് ക്യാറ്റ് ഫുഡായിട്ട് നമ്മൾ മേടിക്കുന്നത്. അത് ഭയങ്കര റേറ്റാ. അപ്പൊ അതിന് പേര് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നില്ല. മത്തങ്ങയും ക്യാരറ്റ് അതുപോലെ പിന്നെ ചിക്കൻ വിട്ടിട്ട് വേവിച്ചാൽ മതി. പിന്നെ അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾ ഇലവർഗ്ഗങ്ങളൊക്കെ ചേർക്കാൻ തോന്നും. അതെന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ട് വേണം. കട്ടച്ചായ തിളച്ചോളി. ഞാൻ അതിലേക്ക് പാൽപ്പൊടിയും കൂടി ഇടട്ടെ. വന്ന വഴി നമ്മൾ ഇതുപോലെ ചാനലും തുറന്നിട്ടുണ്ട് കേട്ടോ, കുക്കിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. കാരണം എപ്പോഴും വായുസഞ്ചാരം വേണം. ഇല്ലെങ്കിൽ നമ്മൾ ഈവൻ ഗ്യാസിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിലും ബാക്കി നമുക്ക് പുക വലിക്കാനുള്ള എല്ലാ സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന വാതകമൊക്കെ ഒത്തിരി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒത്തിരി കാലം നമ്മൾ ലേഡീസ് ഇങ്ങനെ കിച്ചണിൽ നിന്ന് ജനലൊക്കെ തുറന്നിടാതെ കുക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് പ്രോബ്ലം വരെ വരും. അങ്ങനെ കുറെ ഈ വാതകം ഇങ്ങനെ കാർബൺ മോണോക്സൈഡ് ഒക്കെ എങ്ങനെയാണെങ്കിലും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. തീ കത്തുമ്പോ ഒക്കെ അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഇതിൽ നിന്നുള്ള പലവട്ടം നമ്മൾ പലവട്ടം നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് അത് ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഹാർട്ട് പ്രോബ്ലം ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴാണെങ്കിലും നമ്മൾ കിച്ചണിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ജനൽ തുറന്നിട്ടേക്കണം. ഒരു പാളിയെങ്കിലും തുറന്നിടണം. പിന്നെ നമ്മൾ കിച്ചണിൽ നിന്ന് പോകുമ്പോൾ കടിച്ചാൽ ഓക്കെ. തീ കത്തുന്നുള്ള സമയത്ത് എയർ സർക്കുലേഷൻ ഉറപ്പാക്കണം. എന്താ ഉടനുണ്ടാക്കുന്നത്? എന്താപ്പാ കൊച്ചിന്റെ തീറ്റ നന്നായിരുന്നല്ലോ. പിന്നെന്താ നല്ല തണുപ്പാട്ടോ ഇവിടെ ഇപ്പൊ കാലാവസ്ഥ. രാവിലെ ഇതുപോലെ ചൂടോടെ ഒരു ഗ്ലാസ് ചായ കിട്ടുമ്പോൾ ഒരു സുഖം ഒന്നും പറയണ്ടല്ലേ. അതുകൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 ചപ്പാത്തി എടുത്തിട്ട് ഈ ചായന്റെ കൂടെ അങ്ങനെ തിന്നും. എന്നിട്ട് നമ്മൾ രാവിലത്തെ പണികളൊക്കെ തുടങ്ങും. പിന്നെ കുറെ നേരം കഴിയുമ്പോൾ നമുക്ക് വെജിറ്റബിൾ കറിയൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഞാൻ എപ്പോഴും ഒരു കറി തീരുന്നതിന് മുമ്പ് അടുത്ത ഒരു കറി ഉണ്ടാക്കി നമ്മൾ സ്റ്റോക്ക് ചെയ്യും ഫ്രിഡ്ജിൽ. അപ്പൊ നമുക്ക് ബാക്കി എന്തെങ്കിലും തിരക്കുകളും ജോലികളും ഒക്കെ ആയിപ്പോയാൽ നമുക്ക് എപ്പോഴും കറികൾ ബാലൻസ് ഉണ്ടാവും. അങ്ങനെ ഇന്ന് എനിക്ക് കുക്ക് ചെയ്യേണ്ട ദിവസം കൂടിയാണ്. വെജിറ്റബിൾ കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഓക്കെ. ഇനിയിപ്പം മീൻ കറി ഇരിപ്പുണ്ട്. അപ്പൊ അച്ഛനൊക്കെ എണീറ്റ് വരുമ്പോൾ ഒന്നെങ്കിൽ ചപ്പാത്തി കൊടുക്കും, അല്ലെങ്കിൽ ചോറ് കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ വിശക്കാൻ തുടങ്ങും. അങ്ങനെയാണ്. എനിക്ക് ഒരു നേരം ഒന്നിച്ച് കുറെ കഴിയണ്ട. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വിശന്നുകൊണ്ടിരിക്കും. അത് പണ്ട് മുതലേ നമ്മൾ തിയേറ്ററിൽ ജോലി ചെയ്യുമ്പോൾ അതിനുള്ള സ്വഭാവമാണ്. 1-2 കേസ് കഴിയുമ്പോഴേ നമുക്ക് ടയർഡാവും ക്ഷീണാവും ഒക്കെ നമ്മൾ ഓടി വന്നിട്ടാണ്. നമ്മൾ അനുവാദം ഇല്ല എന്നാലും നമ്മളൊരു ചായ കൊടുക്കാനുള്ള സെറ്റപ്പ് ഡോക്ടേഴ്സ് നമ്മൾ കൂടി ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് റൂമിനോട് ചേർന്നൊരു ടേബിളൊക്കെ ഇട്ടിട്ട് അവിടെ വന്നിട്ട് അവര് ചായ വയ്ക്കും, ഡോക്ടേഴ്സ് ചായ വയ്ക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് കട്ടൻ ചായ വെക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പാൽപ്പൊടിന്റെ ഇതുണ്ടാവും, ഇങ്ങനെ പാക്കറ്റ് ഉണ്ടാവും. അതിട്ടിട്ട് പാൽച്ചായ ആണെങ്കിൽ അങ്ങനെ വെക്കും. എന്നിട്ട് എല്ലാവരും കൂടി അത് കഴിക്കും. അപ്പൊ ഒരു ആശ്വാസം. അതിന്റെ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്കുകളും മേടിച്ചിട്ടുണ്ടാവും. അങ്ങനെ കഴിക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് ശീലമായി. അപ്പൊ അങ്ങനെയാ. അപ്പൊ കുറെ നേരം ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പൊ ഒന്നെങ്കിൽ പഴം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിവിടെ എന്താ മധുരക്കിഴങ്ങ് ഇങ്ങനത്തെ കാച്ചില് ചെയ്യുമ്പോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. സ്നാക്സിലേക്ക് ഞാൻ അധികം പിടിക്കാറില്ല. അത് അത്ര സേഫ് അല്ല. എന്നാൽ ഇടയ്ക്ക് ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം ആ സമയത്ത് എന്തായാലും ഇനി ഒരു 10 മണിയാകുമ്പോൾ എനിക്ക് വീണ്ടും വിശക്കും. അപ്പൊ ഞാൻ വീണ്ടും ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറോ എന്തെങ്കിലുമൊക്കെ എടുത്തുള്ളൂ. ഇപ്പൊ നമുക്ക് 2 ചപ്പാത്തിയുടെ കടിച്ചു കുറച്ച് തിന്ന് ചായന്റെ കൂടെ കടിച്ചു കുറച്ച് തിന്നിട്ട് നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കാം. ഇപ്പൊ ഒക്കെ ഇങ്ങനെ നമ്മളൊരു രാവിലെ ഒരു 5 മണിക്കൊക്കെ കണക്കാക്കി നമ്മൾ എണീക്കുവാണെങ്കിൽ നമുക്ക് വേഗം നമുക്ക് കുറെ ജോലികൾ തന്നെ തീർന്നു കഴിയുമ്പോൾ വെട്ടമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറെ ജോലികൾ ചെയ്ത് തീർക്കും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. രാവിലെ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ ഒരു ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പല ജോലികൾ നമ്മൾ ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൂടുതൽ പണികൾക്ക് പെട്ടെന്ന് തീരുന്ന പോലെ പോകുന്നു. അതായത് ഇപ്പൊ ഞാനിപ്പോ ഇതിവിടെ വെച്ചിട്ട് പോയിട്ട് നേരെ അഡ്രസ്സ് അവർ സെറ്റാക്കാൻ തുടങ്ങുവാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ പോണ വഴിക്ക് തന്നെ ഞാൻ ബെഡ്ഷീറ്റ് അല്ലേ ഇപ്പൊ കഴുകാൻ കുറെ കിടപ്പുണ്ട്. അതെല്ലാം ഓരോന്നും നമ്മുടെ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് മാറ്റണം. അപ്പൊ അതെല്ലാം എടുത്ത് അലക്കാനിടും. ആ കൂടെ ജനലുകളെല്ലാം തുറന്നിടും. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരും. ആ വെള്ളം കുടിക്കാൻ നേരത്തെ ഇപ്പൊ ഒന്നോടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അതിനകത്ത് ചിയാ സീഡ് അതുപോലെ ആശാളി അരിയും കൂടി ഞാൻ ഇടുന്നുണ്ട്. എല്ലാ ദിവസവും ഞാനിപ്പോൾ കഴിക്കുന്നുണ്ട്. എന്റെ മുടി മുഴുവനും അത്യാവശ്യം നന്നായിട്ട് വളർന്നു തുടങ്ങിയ മുടിയായിരുന്നു. ഒരു 2 മാസം മുമ്പ് വരെയുള്ള വീഡിയോയില് എന്റെ മുടി കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു നന്നായിട്ട് മുടി വളർന്നല്ലോ എന്ന്. ഒരു കാരണം ഞാൻ ആശാളി അരിയും കരിഞ്ചീരകവും ആശാളി അരിയും ഒരു പാക്കറ്റില്, പിന്നെ ഒന്നതിൽ ചിയാ സീഡ് അങ്ങനെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് 3 ഞാൻ ഒരു 1/4 ടീസ്പൂൺ വെച്ച് എല്ലാ ദിവസവും ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 10-20 മിനിറ്റ് ആ വെള്ളം അങ്ങനെ വെക്കും. എന്നിട്ട് അത് കുടിക്കുമായിരുന്നു. അങ്ങനെ കുടിച്ചു തുടങ്ങിയപ്പോൾ ഒത്തിരി നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ആയി. മുടി നന്നായിട്ട് വളരാൻ തുടങ്ങി. മുടി പൊഴിച്ചിലും കുറഞ്ഞ് നന്നായിട്ട് അടിപൊളിയായിട്ട് ഏകദേശം ഇവിടെ വരെ ഇങ്ങനെ മുടി നന്നായിട്ട് വളർന്നു തുടങ്ങിയില്ല. അപ്പൊ എനിക്കൊരു ഭ്രാന്ത് കയറി ഓക്കെ മുടി കളർ ചെയ്യണം. അങ്ങനെയാണല്ലോ വിനാശകാലയ വിപരീത ബുദ്ധി ഇതാണല്ലോ. അപ്പൊ എനിക്ക് മുടി കളർ ചെയ്യണം എന്നുള്ള ഭ്രാന്ത് കയറി. വേണ്ടാന്ന് എന്റെ മനസ്സ് പറയാൻ കുറഞ്ഞ് എന്നാ വേണം എന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ കളർ ചെയ്യാൻ പോയി. കളർ ചെയ്തിട്ട് കളർ വലിയ കാര്യമായിട്ട് പിടിച്ചുമില്ല. മുടി മുഴുവൻ പോയി. ഞാൻ കാണിച്ചു തരാവേ.
ഇത് കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മുഴുവൻ മുടി ഇങ്ങനെ പൊഴിഞ്ഞ് പൊട്ടി അങ്ങനെ പോയി. വലിയ കാര്യമായിട്ട് കളറ് പിടിച്ചില്ല, നാശമായി എന്ന് പറയാം. നശിപ്പിച്ച് നാറാണക്കല്ലാക്കി എന്റെ മുടി ഞാൻ തന്നെ എന്ന് പറയാം. അപ്പൊ ഇപ്പൊ ഞാൻ പിടിച്ചു നിൽക്കുന്നത് തന്നെ ഇത്രയും മുടിയില്ലെങ്കിലും നിൽക്കണത് ഞാൻ ഇപ്പോഴും സ്ഥിരമായിട്ട് ആ ആശാളിയേരി കരിഞ്ചീരകവും ചിയാ സീഡും കൂടി കഴിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു ഗ്ലാസ്സിൽ നമുക്ക് തിളപ്പിക്കാൻ, വെള്ളം തിളയ്ക്കണം. തിളച്ച വെള്ളത്തിലേക്ക് ഇത് കുറച്ച് 1/4 ടീസ്പൂൺ വെച്ച് ഇട്ട് വെച്ചിട്ട് പോകും. അപ്പൊ ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ജോലിയൊക്കെ ചെയ്ത് അതിന്റെ ഇടയ്ക്ക് ഇച്ചിരി പലവട്ടത്തിന് വരുമല്ലോ, അന്നേരം നമ്മള് വെള്ളം ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ അതെടുത്ത് കുടിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹോർമോൺ ബാലൻസ് ആവും, നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ആവും, സ്കിന്നിന് നല്ലത്. അറിയാലോ, ആശാളിയേരിയും കരിഞ്ചീരകവും ചിയാ സീഡ് എന്ന് പറയുന്നത് ബെസ്റ്റാണ് കൂട്ടുകാരെ, ബെസ്റ്റാണ്. നമ്മൾ എന്തായാലും കഴിക്കണം. ആശാളിയേരിയും കരിഞ്ചീരകവും ഒന്ന് വറുത്തിട്ട് ഡപ്പയിലാക്കി വെക്കണം. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചിയാ സീഡ്. ഞാനിങ്ങനെ ഡയറക്റ്റ് നമ്മളിങ്ങനെ എടുത്ത് വെച്ചേക്കോ. ഇത് വറുപ്പോ പരിക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ എടുത്തിട്ട് ഇടുക. ഇത് ആശാളിയേരിയും കരിഞ്ചീരകവും ഇതുപോലെ കാണാമോ, കറുത്തയല്ല കേട്ടോ, ഇത് വേറെ സാധനം, ആശാളിയേരി കരിഞ്ചീരകം. അപ്പൊ ഇതിങ്ങനെ നമ്മൾ വറുത്തിട്ട് ഇങ്ങനെ എടുത്തു വെക്കും. എന്നിട്ട് ഇതിൽ ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട് ഇത്രയൊക്കെ മതി, ഇത്രയും വെച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇടും. ഒരു വലിയ ഗ്ലാസ് മേടിച്ച് വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് അത്ര വെള്ളവും നമ്മുടെ ഉള്ളിൽ ചെയ്തല്ലോ. അപ്പൊ അങ്ങനെ തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് വെച്ചിട്ട് പോകുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് നന്നായിട്ട് കുതിരും. ഈ ചിയാ സീഡ് കുതിർന്നിട്ടേ കഴിയാമോ. എന്നിട്ട് എവറി ഡേ നമ്മളിതൊന്ന് കുടിക്കാം. കുടിച്ചിട്ട് ഈ ഇതിന് ചെറു ചവർപ്പുണ്ട്. അപ്പൊ ഇത് ഓക്കെ ചിയാ സീഡ്, ഇതിന് ചെറു ചവർപ്പുള്ളപ്പോൾ നമ്മളത് വിഴുങ്ങി വിടും. എന്നിട്ട് ലാസ്റ്റ് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് തൊണ്ടയിൽ തങ്ങാതെ കുറച്ചായിട്ട് അങ്ങ് വിഴുങ്ങി വിടും. ഇനിയിപ്പോ ഇല്ല, ഇതിങ്ങനെ നമുക്ക് കറികളിലോ ഒക്കെ ചേർക്കണമെങ്കിൽ, ഭക്ഷണത്തിൽ എന്തിനെങ്കിലും കറികളിൽ ചേർത്തിട്ടാണെങ്കിലും കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങ് ഇട്ടാലും മതി. എങ്ങനെയാണ് നമ്മുടെ വയറ്റിൽ ഒരു 1/4 ടീസ്പൂൺ വെച്ച് ഇത് എത്തിക്കാം. നമ്മുടെ ഇതിനിപ്പോ ഒരു പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ ഒരു 3 മാസത്തേനൊക്കെ ഉണ്ടാവും. ആകെ എന്തായാലും 210 രൂപയോ 190 രൂപ, അങ്ങനെ നിസാര വിലയുള്ളൂ. ഒരു 3-4 മാസത്തേക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ പക്ഷെ ഇതും കൊണ്ട് കിട്ടുന്ന ഒരു ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. നമ്മള് ലേഡീസിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒത്തിരി ഒരു വീഡിയോ തന്നെ ചെയ്യാൻ മാത്രമല്ല. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കും, ആശാളിയേരി, കരിഞ്ചീരകം, ചിയാ സീഡ്, ഇതിന്റെയൊക്കെ ഗുണങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് മേടിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ എന്റെ അടുത്ത് മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള എവിടെയെങ്കിലും ഹൈപ്പർ മാർക്കറ്റോ സൂപ്പർ മാർക്കറ്റോ എവിടെയെങ്കിലും ഒക്കെ മേടിച്ചിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഇതിങ്ങനെ ആവശ്യത്തിന് കുറച്ച് 1/4 ടീസ്പൂണൊക്കെ വെച്ചിട്ടാൽ മതി. ഓവർ കഴിക്കരുത് കേട്ടോ, വെച്ചാൽ ബി പി താഴും. ഒത്തിരി ഇപ്പോൾ ഒരു 2 ടീസ്പൂണൊക്കെ വെള്ളത്തിലേക്ക് ഇട്ട് ഒന്നിച്ച് അരവ് കിട്ടട്ടെ എന്ന് കഴിഞ്ഞാൽ ബി പി താഴും, ഷുഗർ താഴും, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പൊ അത് സൂക്ഷിക്കാൻ, കുറച്ച് വിധം കഴിക്കാം. അങ്ങനെയാണ്. അപ്പൊ അതുകൂടി ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് ഗ്ലാസ്സിൽ ഇട്ടിട്ട് പോകും. ഇപ്പൊ ഒരു ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ വേറെ ജോലികൾ ഇങ്ങനെ ചെയ്യും. അതായത് ഇപ്പൊ പോണ വഴിക്ക് തന്നെ ഞാൻ ബെഡ്ഷീറ്റ് കഴുകാൻ എടുത്തിടും. അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത ഒരു സെക്ഷൻ തുണി, അശ്വിന്റെ തുണി അലക്കാനുണ്ട്, അതെല്ലാം അത് കഴിയുമ്പോൾ എടുത്തിടും. അങ്ങനെ മാറി അതിന്റെ കൂടെ ജനലെല്ലാം തുറന്നിടും. അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ ഇവിടെ അടിച്ച് തുടച്ചും തന്നിട്ടുണ്ട്. അപ്പൊ അത് ക്ലീൻ ആയിട്ട് കിടക്കുന്നത്. രാത്രി കുളിക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാം ഒന്ന് അടിച്ചു വാരും. അപ്പൊ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഭയങ്കര ഫ്രഷ് ഫീൽ, എല്ലാം വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു ഫീലാണ്. അതുപോലെ കിച്ചണും അല്ല. ഇനിയിപ്പോ കിച്ചൺ ഒന്നോടെ എല്ലാം ഞായറാഴ്ചകളിലും ആഴ്ചയിലുള്ള പ്രാവശ്യം കിച്ചൺ മൊത്തം തുടയ്ക്കാനുള്ളതൊക്കെ തുടച്ച് വൃത്തിയാക്കാനുള്ളതൊക്കെ വൃത്തിയാക്കി, കുറെ സാധനങ്ങൾ ചില്ലിന്റെ അരി നമുക്ക് അതി അതൊക്കെ ഒന്ന് തുടച്ച് തൂത്ത് വൃത്തിയാക്കി അങ്ങനെയൊക്കെ വെക്കും. അപ്പൊ നമുക്ക് കിച്ചണിൽ വരുമ്പോഴും ഒരു സമാധാനം, സന്തോഷം. അങ്ങനെ എത്രയൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് പൊടികളും അത് ഇതൊക്കെ ആവുമല്ലോ, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ അപ്പൊ ഒരു ജോലിയുടെ ഇടയ്ക്ക് അടുത്ത ജോലികൾ ഇങ്ങനെ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ഒരേ ജോലി കഴിയുമ്പോഴും നമ്മുടെ അത് ഫിനിഷായി എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ബ്രെയിൻ കുറേ ഹോർമോൺ റിലീസ് ആക്കും, സന്തോഷത്തിന്റെ ഹോർമോൺ. അതാണ് ജോലി ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുമെന്ന് പറയുന്നത്, ഓരോന്ന് ഫിനിഷ് ആക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ഓരോരോ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷത്തിന്റെ ഹോർമോണുകൾ നമ്മുടെ ബ്ലഡിലേക്ക് ഇങ്ങനെ വരും. അപ്പൊ ജോലി ചെയ്യാൻ നമുക്ക് ഭയങ്കര ഉത്സാഹം, ജോലി ചെയ്തിട്ട് ഇരിക്കും. അല്ലാതെ മാറ്റി പിടിച്ച് വളഞ്ഞുകൂടി എവിടെയെങ്കിലും വീഡിയോയും കണ്ട് വീഡിയോ ഒക്കെ കാണാം. ആ കൂടെ തന്നെ ഞാൻ വീഡിയോ റീൽസ് എല്ലാം കാണും കേട്ടോ. അപ്പൊ അത് സന്തോഷം രണ്ടു വീഡിയോ ഒന്ന് ചേർക്കും. ഒന്നെങ്കിലും ഹെഡ്ഫോൺ അധികം യൂസ് ചെയ്യുന്നതല്ല, എന്നാലും ചിലപ്പോൾ ഞാൻ ഹെഡ്ഫോൺ എടുത്ത് വെച്ച് വീഡിയോസ് കണ്ടോണ്ട് അടുത്തടുത്ത ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കും, അങ്ങനെയൊക്കെ. അപ്പൊ ഈ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന്റെ ഒരു ഗുണം എനിക്ക് തോന്നുന്നത്, ഇപ്പൊ നമ്മുടെ കൂടെ ഇപ്പം മദറിലോ ഫാദറിലോ നത്തുമാര് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്ട്രെസ് ആവും. ഇനിയിപ്പോ എല്ലാരെയും സന്തോഷിപ്പിക്കണം, എല്ലാവരുടെ എന്താ പറയാ മുഖവും പ്രസാദിപ്പിച്ചിരിക്കണം, നമ്മുടെ ജോലികളും കാര്യങ്ങളും അങ്ങനെയാണല്ലോ. എപ്പോഴും കൂടെ ഉള്ള ഒരു വിട്ടം കണ്ടുപിടിക്കുന്ന നേച്ചർ ആയിരിക്കും മിക്കവാറും. വളരെ അപൂർവമാണ് നല്ല മനുഷ്യരെ കൂടെ കിട്ടുക എന്ന് പറയുന്നത്. നല്ല ഫാമിലിയിൽ നിന്ന് ബന്ധം കിട്ടുക, നല്ല ഫാമിലിയിൽ എത്തിപ്പെടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര മഹാഭാഗ്യം. അങ്ങനെയുള്ളവര് ഒരു 10% ഉള്ളൂ. ബാക്കി 90% മശൂരം പിടിച്ചവരുടെ ഇടയ്ക്കായിരിക്കും നമ്മളൊക്കെ ചെന്ന് പെടുന്നത്. എന്നിട്ട് പിന്നെ അവരുടെ കുത്തുവാക്കും പൊരുത്തും അവഗണനയും പിന്നെ പിശുക്കുന്നായ്മയും എല്ലാം സഹിച്ചായിരിക്കും മിക്ക ലേഡീസും കഴിയുന്നത്. പക്ഷെ നമ്മളെപ്പോലെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് പിന്നെ എന്റെ കൂട്ടുകാരി അഞ്ചി എപ്പോഴും പറയട്ടോ, നമ്മുടെ കിങ്ഡത്തിലെ രാജകുമാരിമാരല്ലേ, നമ്മളല്ലേ നമ്മുടെ വീട്ടിലെ രാജ്ഞി, നമ്മളല്ലേ നമ്മുടെ ബോസ്, എന്ത് രസം അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാന്ന് അവൾ എപ്പോഴും ഇങ്ങനെ പറയുന്നത്.
സത്യമാണ്, അതിലൊരു രസമുണ്ട്, ഒരു സമാധാനമുണ്ട്, കൂടുതൽ സന്തോഷമുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഭയങ്കര എന്താ പറയാ കൂട്ടു ഫാമിലിയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. 14 അംഗങ്ങളുണ്ടായിരുന്നു ഞങ്ങള് തറവാട്, അങ്ങനെ ആ ഒരു രീതിയിൽ. പക്ഷെ അങ്ങനെ ജീവിച്ച് അതൊരു രസം. അതെന്ന് വെച്ചാൽ നല്ല മനുഷ്യരെ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ എത്തിപ്പെടുവാണെങ്കിൽ, അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ജനിക്കുവാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ എത്തിപ്പെടുന്ന ഫാമിലി ഉണ്ടല്ലോ, അത് ഞാൻ മാരേജ് എന്ന് പറയുന്ന എത്തിപ്പെടുന്ന ഫാമിലി വേഴ്സാണെങ്കിൽ തീർന്നു, നമ്മുടെ സന്തോഷം സമാധാനം എല്ലാം എടുത്ത് മാറ്റപ്പെടും. അങ്ങനെയാണ്. പക്ഷെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുമ്പോൾ അത് ഭയങ്കര സമാധാനം. ആരും നമ്മളെ ഭരിക്കാനില്ല, ആരും നമ്മളെ പേടിപ്പിക്കാനില്ല, നമ്മളെ കുറ്റം കണ്ടുപിടിക്കാനില്ല, അങ്ങനെയില്ല. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ ബോസ്. അപ്പൊ നമുക്ക് നമ്മുടെ സാമ്രാജ്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ കുറെ ജോലികൾ ബാക്കിയുണ്ട്, നമുക്ക് കിടന്നുറങ്ങി പിറ്റേ ദിവസം മാറ്റി വെക്കാം. അങ്ങനെയുള്ളതുകൊണ്ട് ഓക്കെ. 3 തരം ഹോർമോൺ നമ്മുടെ എവറിഡേ നമ്മുടെ ശരീരത്തിലേക്ക് ഉത്പാദിപ്പിച്ചാൽ തന്നെ നമ്മുടെ ലൈഫ് അടിപൊളിയാവും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിൽ കൂടി ഓരോരോ ജോലികൾ തീർത്ത് വരുമ്പോൾ ഓരോ ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് വരും. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ കൂടെ പെറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം. പെറ്റ്സിനെ സ്നേഹിക്കുമ്പോൾ അവരുടെ കെയർ സ്നേഹം നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒത്തിരി ഹോർമോൺ, പോസിറ്റീവ് ഹോർമോൺ വരും. പിന്നെ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നന്നായിട്ട് നമുക്ക് നല്ല ഫ്രണ്ട്സും നല്ല നമുക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം, നമ്മുടെ മനസ്സിൽ സമാധാനമുള്ളപ്പോൾ നമുക്ക് കുറെ ഹോർമോണുകൾ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ കിട്ടണ നല്ല ഹോർമോണുകളെല്ലാം നമ്മൾ മേടിച്ചോണം. അതായത് ആരോടും കുശുമ്പും വേണ്ട, ഉന്നായ്മ വേണ്ട, ആരുടെ കാര്യം അന്വേഷിക്കാനും പോണ്ട, ഒരു കാര്യങ്ങളും വേണ്ട. നമ്മുടെ ജോലികൾ നമ്മൾ കൂടുതൽ ചെയ്യുക, നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, നമ്മുടെ ശരീരത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഹോർമോണുകളെല്ലാം കൊണ്ടുവരിക. അന്നന്ന് സുഖമായിട്ട് തിന്നും കുടിച്ചും മറിഞ്ഞു കിടന്നിറങ്ങുക, പിറ്റേ ദിവസം എണീക്കുക. അതാണ് നമ്മുടെ പോളിസി. അങ്ങനെയാണ്. അപ്പൊ നമ്മളിപ്പം ഓരോരോ ജോലികൾ ഇങ്ങനെ ചെയ്യാൻ പോവാണ് രാവിലെ മുതൽ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ നമ്മൾ പുറമേ ജോലി ചെയ്യുന്ന അമ്മമാരെ, എസ്പെഷ്യലി മക്കളെ ഇട്ടിട്ട് പോയിട്ട് ജോലി ചെയ്യുന്ന ആ പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ സ്വർഗത്തിലാണ് കൂട്ടുകാര്. കാരണം നമ്മൾ വേഗം നമ്മുടെ മനസ്സ് ജോലിന്റെ ഭാരവും ടെൻഷനും ഒന്ന്. ഈ മക്കളെ ഇട്ടിട്ട് പുറമെ പോയി ജോലി ചെയ്യുന്ന അമ്മമാരുടെ കാര്യം പറയുന്നത് നെഞ്ചിൽ ഇങ്ങനെ ഒരു തീ കൊണ്ട് ഇരുന്ന് എരിയുമായിരിക്കും. നമ്മുടെ മക്കളെ കാണാൻ പറ്റുന്നില്ല. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ആലോചിച്ചൊക്കെ രാവും പകലും നമ്മുടെ മക്കളെ കണ്ടാൽ നമുക്ക് മതിയാകത്തില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ ഒരു വെക്കേഷനൊക്കെ വരുമ്പോൾ 5 ദിവസം സന്തോഷമുള്ളൂ. പിന്നെ നമ്മുടെ മനസ്സിൽ തന്നെ പോവില്ല, തിരിച്ചു പോവില്ല. 1 മാസം കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ അപ്പൊ വെന്തോണ്ടിരിക്കും, പിന്നെ തിരിച്ചു പോവല്ലേ എന്നുള്ളത്. പക്ഷെ നമ്മുടെ ജീവിതഭാരവും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പുറമെ പോയി ജോലി ചെയ്യുന്നത് നല്ലത്. ഒത്തിരി സാലറി കൂടുതലുണ്ട്, കാര്യങ്ങളുണ്ട്, നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നിർത്തി നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാ അമ്മമാരും അങ്ങനെ പുറമെ പോയി ജോലി ചെയ്യുന്നത്. അപ്പന്മാരുടെ കാര്യം അങ്ങനെയില്ല. എല്ലാവർക്കും വേവലൊക്കെ തുല്യം തന്നെയായിരിക്കും. ഭാര്യനെ മക്കളെയൊക്കെ കാണാതിരിക്കുമ്പോൾ നല്ല വിഷത്ത് കേട്ടോ. അങ്ങനെ അതേപോലെ അപ്പം ഈ അമ്മമാരുടെ കാര്യത്തിൽ പറയുകയും വേണ്ട. നമ്മളൊരു തീ ചൂളയിൽ കിടന്ന് ജോലി ചെയ്യും പോലെയാ. കാരണം മനസ്സിൽ എപ്പോഴും എന്തോണ്ടിരിക്കുമായിരിക്കും നമ്മളെ. ഇപ്പൊ നമുക്ക് അങ്ങനെയല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാം, അപ്പം സമാധാനമായിട്ട് ജോലി ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ജോലികൾ അത്രയും ചെയ്താൽ മതി. എല്ലാം കൊണ്ട് നമുക്ക് ഭയങ്കര മനസ്സമാധാന സന്തോഷമാണ്. എത്ര ജോലികൾ ഉണ്ടെങ്കിലും നമുക്കത് ഓക്കെയാണ്, ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ജോലികളിലേക്കൊക്കെ പോകാം, ഓരോരോ ജോലിയായിട്ട് ചെയ്യാം. അപ്പൊ ചിയാ സീഡും ആശാളിയേരി മറക്കണ്ട. ഞാൻ അതിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഓർത്തിരിക്കുക. അതിന്റെ ഗുണഗണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ എടുത്തിട്ട് നിങ്ങൾ വേറെ മേടിക്കാം. എങ്ങനെയാണോ വാട്സപ്പിലേക്ക് വന്ന് നമ്മുടെ ഒത്തിരി നല്ല ഇതുപോലെ ഒത്തിരി ബെനിഫിറ്റ് ഉള്ള ഹെൽത്ത് പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്ത ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ, ഹെൽത്ത് പ്രൊഡക്റ്റുകൾ. അതൊരു ബോഡി വാഷ് ഒന്നും മറക്കണ്ട. വീഗാൻസിന്റെ ആണ്. ചുണ്ടുകളൊക്കെ പോയി അടിപൊളിയായിട്ടിരിക്കാം. 50 വയസ്സിലും കുറെ ഏജ് കുറഞ്ഞായിട്ട് ഇരിക്കുന്നത് ഒരു അനുഗ്രഹമല്ലേ. അതൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും കുടിക്കുന്ന കാര്യങ്ങളുടെയും പിന്നെ നമ്മൾ എന്താ പറയാ പുറമേ നിന്ന് ചെയ്യുന്ന കെയറിന്റെയും കൊണ്ടാണ്. എന്താണോ നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്നത് അതാണ് നമ്മളായി മാറുന്നത്. ഇപ്പം 1 വർഷം കൊണ്ട് നമ്മുടെ തലയോട്ടേന് മുതൽ നഖം വരെയുള്ള സംഗതികൾ മാറുന്നുണ്ട്. ആ സെല്ലുകൾ നശിച്ചു പോയിട്ട് പുതിയതായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിക്കുക, നമ്മളെല്ലാം ഇങ്ങനെ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുന്നു, അതാ ഒന്നും കിട്ടിയില്ലെങ്കിൽ അതനുസരിച്ച് ചുരുണ്ടിരുണ്ട് പോകും. നമ്മൾ നല്ല സാധനങ്ങൾ കൊടുത്തെങ്കിൽ അതനുസരിച്ച് നമ്മുടെ സെല്ലുകൾ റിജുനേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രകാശിച്ച് വരും. അങ്ങനെയാണ്. അതാണ് നമ്മളിങ്ങനെ ചിലവരെ സംബന്ധിച്ച് പണ്ട് പന്നെ പിടിച്ചിരുന്നാലും ഇപ്പൊ അവളെ കാണണം, എന്നെ മിടുക്കിയായി അങ്ങനെ നമ്മൾ പറയില്ലേ. എന്തുകൊണ്ടാ? അവർ ആ കാലഘട്ടത്തില് ആ ഒരു വർഷം മുഴുവനും നമ്മൾ നല്ല സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. നല്ല സാധനം പറയുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ഒന്നല്ല, ഇങ്ങനെ കുഞ്ഞു പൊടി കൈകൾ ചെയ്താൽ മതി. നല്ല വിറ്റാമിനും മിനറലും പ്രോട്ടീനും ഒക്കെ കിട്ടുന്ന സാധനങ്ങൾ കഴിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇത്രയും കാര്യം ചെയ്താൽ തന്നെ നമ്മൾ മൊത്തം അടിമുടി മാറും. നമ്മുടെ ബേസിക് സ്ട്രക്ചർ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം സ്കിന്നെല്ലാം പുതിയതാവും, ഓരോ സെല്ലും പുതിയതാവും, ആന്തരികാവയവങ്ങളും അതിലെ സെല്ലുകളെല്ലാം മാറ്റപ്പെടും. അങ്ങനെ അത് പുതിയതായിട്ട് പണിയിക്കപ്പെടും. അങ്ങനെയാണ് ഓരോ സംഗതി. അപ്പൊ നമ്മൾ ചെയ്യുന്ന
ഓരോ കുടിക്കുന്ന സംഗതിയും കഴിക്കുന്ന സംഗതിയും ചെയ്യുന്ന സംഗതിയും ജീവിക്കുന്ന സാഹചര്യങ്ങളും, അതുപോലെ നമ്മുടെ മനസ്സ് ഹോർമോൺ ഇംബാലൻസ് വരുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യര് നമുക്ക് വരുന്ന സ്ട്രെസ്, നമ്മൾ സ്വയം അടിക്കുന്ന സ്ട്രെസ്സും ടെൻഷനുമാണ്. ഞാൻ ഭയങ്കര നാർസിസ്റ്റ് ആയിട്ടുള്ള സ്വഭാവമുള്ളവരൊക്കെ നമ്മുടെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേ ബൈ ഡേ നമ്മുടെ എനർജി പോയി, ആരോഗ്യം പോയി, സ്ട്രെസ് കയറി നമ്മൾ ഭയങ്കരമായ മൂഡോപ്പിലും ഡിപ്രഷനിലും പോയിട്ട് നമ്മൾ വേറെ ഒരു കോലത്തിലായിപ്പോയി, വേറെ ഒരു രൂപത്തിലായിപ്പോയി. അങ്ങനെ ഇതൊന്നും ഇല്ലാതെ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ വില മനസ്സിലാക്കി നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ വേറെ ഒരാളാവും. അതുപോലെ നമ്മൾ കഴിക്കുന്ന സംഗതികളും കുടിക്കുന്ന സംഗതികളും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആ എന്താ പറയാ പോയ എനർജി പ്രസരിക്കും എല്ലാം തിരിച്ചു വന്ന്, സന്തോഷം എല്ലാം തിരിച്ചു വന്ന് നമ്മൾ മിടുക്കന്മാരാകും. ഡേ ബൈ ഡേ അങ്ങനെയാകും. അപ്പൊ നമ്മുടെ ചുറ്റുപാടുകൾ എപ്പോഴും നമ്മൾ കംഫർട്ടാക്കി വെക്കുക. ദുഷ്ടരായ ആളുകളിൽ എപ്പോഴും അകന്നു പോയി, കാരണം അത് ഭയങ്കര പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കും. പോര് കുത്തുന്നവരും വൈരാഗ്യത്തോടെ പെരുമാറുന്നവരും അസൂയ ഉള്ളവരും ഒന്നായിട്ട് നമുക്ക് കമ്പനി വേണ്ട. നമുക്ക് നമ്മുടെ ഓൺ കമ്പനി മതി. അതേ തന്നെ നമ്മൾ രാവിലെ എണീക്കാം, സന്തോഷമായിട്ട് നമുക്ക് ഇച്ചിരി കട്ടൻ ചായ ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഉണക്ക ചപ്പാത്തി ആയിരിക്കാം, അത് ഓക്കെ, അത് കഴിച്ചു വെച്ചാൽ എന്തിനും വലിയ സന്തോഷമുണ്ട്, സന്തോഷം കണ്ടെത്തുക. അങ്ങനെ എന്നിട്ട് നമ്മുടെ ജോലികളെല്ലാം സന്തോഷമായിട്ട് ചെയ്യുക, സമാധാനമായിട്ട് ഇരിക്കുക. നല്ല നല്ല ഫ്രണ്ട്സിനെ കണ്ടെത്തുക. അതായത് ജീവിതത്തിൽ ഒരു ഫ്രണ്ട് മതി. അപ്പൊ അത് ഏറ്റവും നല്ലവരായിരിക്കണം. അതായത് നമുക്ക് വേണ്ടി നിൽക്കുന്നവര്, നമ്മുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നവര്, അങ്ങനെയുള്ള ഒരേ ഒരാൾ മതി. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് കമ്പനി കൊടുക്കുക. ഞാനാണ് നിന്റെ ഫ്രണ്ട്, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അടിപൊളിയായിരിക്കും. അല്ലാതെ ശത്രുക്കളെ എല്ലാം മാറ്റുക, ശത്രുക്കളെ നമ്മൾ അടുപ്പിക്കരുത്. അങ്ങനെയാണ്. ശത്രു എന്ന് പറയുന്നത് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നവര്, നമുക്ക് വേദന ഉണ്ടാക്കുന്നവര്, നമ്മളെ ടോർച്ചർ ചെയ്യുന്നവര്, നമ്മളിൽ നിന്നെല്ലാം കുത്തി മാറ്റിക്കൊണ്ട് പോകണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവര്. അങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ സഹിക്കുന്നവരില്ലേ. ഇപ്പം അമ്മായിയമ്മേനെ സഹിക്കുന്നവരുണ്ട്, നാത്തുവിനെ സഹിക്കുന്നവരുണ്ട്, അമ്മായി അപ്പന്മാരെ സഹിക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിൽ കിടക്കുന്നുണ്ട്. ആരും മൈൻഡിയിട്ടായില്ല. നമ്മളങ്ങ് പിൻവലിഞ്ഞേക്കുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. അങ്ങനെ നോ പറയേണ്ട അടുത്ത് നോ പറയുക, എസ് പറയേണ്ട അടുത്ത് മാത്രം എസ് പറയുക. അങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടി അങ്ങ് സ്റ്റാൻഡ് ചെയ്തേക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തി ചെയ്യുക. ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ഒത്തിരി സംഗതി നമുക്ക് സന്തോഷിക്കാനുണ്ടാവും. ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്താനുണ്ടാവും. അത് കുഞ്ഞായിട്ട് കെയർ ചെയ്യും. നമ്മൾ തന്നെ ബോഡി കെയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, നമ്മൾ തന്നെ ഒരു കുഞ്ഞ് ഡ്രസ്സ് മേടിച്ചു നമുക്ക് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം, ഗിഫ്റ്റ് കൊടുക്കുക. നമുക്ക് മറ്റുള്ളവർ ഗിഫ്റ്റ് തരുന്നത് നമ്മൾ സങ്കടപ്പെട്ട് വേണ്ട, നമുക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താൽ ഇങ്ങനെ ഒരു കുഞ്ഞ് കമ്പനി മേടിക്കുന്നതാവാം. അങ്ങനെ പൈസ കൂട്ടി വെച്ചൊരു കുഞ്ഞ് കമ്പനി മേടിക്കുമ്പോഴായിരിക്കാം, നമ്മുടെ ഡ്രീമിലേക്ക് നമ്മൾ കിച്ചണിലേക്ക് ഒരു പാത്രം മേടിക്കുമ്പോഴായിരിക്കാം. അങ്ങനെ അതിലൊക്കെ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്, സന്തോഷമാണ്. അങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് അങ്ങ് ജീവിക്കാം. ബാക്കിയുള്ളവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമ്മളിൽ നിന്ന് ബാക്കി എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ചത്ത് കിടന്ന പട്ടിയെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്ത് അവരെയൊന്നും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. എത്രയാണെങ്കിലും കുറ്റം പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ചുറ്റുപാടുള്ളവർ. അപ്പൊ നമ്മൾ നമ്മളെ അങ്ങ് സന്തോഷിപ്പിച്ചേക്കാം. അങ്ങനെയാകുമ്പോൾ ചുറ്റുമുള്ളവർക്ക് വേണമെങ്കിൽ സന്തോഷിക്കട്ടെ, നമ്മുടെ പ്രസൻസ് കൊണ്ട് വേണമെങ്കിൽ സന്തോഷിക്കട്ടെ, നമ്മൾ ചെയ്യുന്ന ഹെൽപ്പില് അത് ഓക്കെ ആണെന്ന് കണ്ടാൽ വേണമെങ്കിൽ ചെയ്യട്ടെ, എനിക്ക് വേണ്ട അപ്പോൾ പെടാക്കട്ടെ, അങ്ങനെയുള്ള പട്ടികൾക്ക് നമ്മൾ ആഗ്രഹിച്ച ആളെ നമുക്ക് ചെയ്തുള്ളൂ. അപ്പൊ അത് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി പട്ടിയെ പോലെ പണിയെടുത്ത് കുറേ കൊടുത്ത് എന്നിട്ട് അവരുടെ കുറ്റപ്രശ്നം കേട്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒരു നല്ല വാക്ക് കേൾക്കാൻ വേണ്ടി നമ്മുടെ ജീവിതകാലം മുഴുവൻ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് എന്നിട്ട് ഒന്നും പറയത്തില്ല, കുറേ കുറ്റവും പറഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെ അതൊന്നും ആവശ്യമില്ല. നമ്മളെ അങ്ങ് കെയർ ചെയ്യുക, സ്നേഹിക്കുക, നമ്മളൊക്കെ സന്തോഷിക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വെച്ചോണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിരിച്ചിരിയൊന്നും അല്ലല്ലോ, 10-80 കൊല്ലം കഷ്ടി ജീവിച്ചിരുന്നാൽ മതി. ആ സമയം മുഴുവൻ വല്ലോനും വേണ്ടി കഷ്ടപ്പെട്ടിട്ട കാര്യം നമുക്ക് വേണ്ടിയില്ല. ഇനി നമ്മുടെ കൂടെ സന്തോഷിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മളോട് പോസിറ്റീവായി നിൽക്കുന്നവരുണ്ടേ അവരെ ചേർത്ത് വിളിക്കുക. ആ സന്തോഷം നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെയാണല്ലോ. അവരിപ്പോ നമുക്ക് ഒരു നല്ല വാക്ക് പറയുന്ന ഒരു ഫാമിലി മെമ്പർ നമുക്കുണ്ടെങ്കിൽ അവരൊരിക്കലും നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ കേൾക്കുക, സന്തോഷിക്കുക, അവരോടും പറയാ, നല്ല വർത്താനം പറയുക, സന്തോഷിക്കുക, അങ്ങനെയാണ് ആ രീതിയിൽ. അപ്പൊ ഇനി ജോലി ചെയ്യട്ടെ. ജോലി ചെയ്യുമ്പോൾ ഓരോരോ ജോലികൾ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ കൂടുതൽ സന്തോഷം കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസവും ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണുന്നത്. നമ്മുടെ ചുറ്റും നമ്മളെ ദ്രോഹിക്കാനും വിഷമിപ്പിക്കാനും ആരും ഇല്ലാതെ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ എയിം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഫോണിൽ കൂടെ ആണെങ്കിലും നമ്മൾ ഉപദ്രവിക്കുന്ന കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. എപ്പോഴും അസൂയായിരിക്കും അവരുടെ മെയിൻ. അല്ലെങ്കിൽ ദൂരെ ഇരുന്ന് നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കുന്ന കുറേ അസൂയക്കാരായ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ ബന്ധുക്കളുണ്ടാവും. എല്ലാത്തിനും അവോയ്ഡ് ചെയ്തെടുക്കുക. ആരുമായിട്ട് കോണ്ടാക്റ്റും വേണ്ട, അവോയ്ഡ് ചെയ്തിട്ട് അവരെ പഠിക്കാറുണ്ട്. നമ്മളതേപോലെ ചിന്തിക്കുക പോലുമില്ല. നമുക്ക് ചിന്തിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പുതുതായിട്ട് എന്ത് ചെടി നടാം, പുതുതായിട്ട് നമുക്ക് പെറ്റ്സിനെ എങ്ങനെ കെയർ ചെയ്യാം, നമ്മളെ എങ്ങനെ കെയർ ചെയ്യാം, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് തന്നെ സന്തോഷം കിട്ടും. അതൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്തേക്കുന്ന പോളിസി. ഞാൻ ഇങ്ങനെ കുറേ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. എന്നാലും പിന്നെ ചില സംഗതി നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ കൂടെയുള്ള ഒരാൾ നമ്മളെ എപ്പോഴും ഇങ്ങനെ
ടോർച്ചർ ചെയ്തുകൊണ്ട് കുത്തി പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചില സമയത്ത് നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. അങ്ങനെ ഭയങ്കര നാർസിസ്റ്റിക് അബ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന ഒത്തിരി ഭാര്യമാരുണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മൾ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളത് കൂടെ നിന്നോട് തന്നെ നമുക്ക് ഇങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളത് പഠിച്ചെടുക്കാം. ഇപ്പൊ കുറെ ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ നമുക്ക് ചിലപ്പോൾ കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല. കുശുംബികളായിട്ടുള്ള നാത്തുമാരുണ്ടാവും, പോര് കുത്തി കൊടുക്കുന്ന ആങ്ങളമാരുടെ ചെവിയിലേക്ക് ഏത് സമയം നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കുന്ന നാത്തുമാരുണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെടാം, നമ്മളെങ്ങനെ നമ്മുടെ സന്തോഷം കണ്ടെത്താം, ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ട് നമ്മുടെ കാര്യങ്ങളിൽ എങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് പോകാം, അങ്ങനെയുള്ള ഒത്തിരി വീഡിയോസ് ഒക്കെ യൂട്യൂബിലുണ്ട്. നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ ഒക്കെ അങ്ങനെയുള്ളവരെയൊക്കെ വീഡിയോ കേട്ട് നമ്മളത് പഠിച്ചെടുക്കും. പിന്നെ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നമ്മൾ പഠിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ അതുപോലെ ഇതിനെല്ലാം ഈ കുശുമ്പുകളെയും ഉണ്ടായ്മക്കാരെയും പോരുത്തുന്നവരെയും എല്ലാം ഓവർകം ചെയ്ത് നമുക്ക് ജീവിക്കാനുള്ള കഴിവ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ പറ്റും, ഓരോരുത്തർക്കും പറ്റും. അങ്ങനെയാണ്. അപ്പം അതേപോലെയൊക്കെ നമ്മളൊന്ന് മുന്നോട്ട് പോവുക. അപ്പൊ അങ്ങനെയാണ്. ഇനി എന്റെ ബാക്കിയുള്ള ജോലിയിലേക്ക് ഇനി നമുക്ക് കൊറിയറല്ല പകരം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒന്നും നടക്കില്ല. അപ്പം ഞാൻ ചടുപടൂന്ന് എന്റെ ജോലികളെല്ലാം കുറെ ചെയ്ത് തീർത്തിട്ട് നമുക്ക് കൊറിയറൊക്കെ കൊടുക്കാൻ നേരത്തെ കാണാം കേട്ടോ. അതിന് ഞാൻ ഫോണൊക്കെ ഓഫാക്കി വെച്ചിട്ട് ചടുപടൂന്ന് എന്റെ ജോലികളൊക്കെ ചെയ്തേട്ടാ. ഓ ടിക്കറ്റ് കണ്ടു കഴിഞ്ഞോ? ഇരുട്ടത്ത് നീ എന്നാ ടിക്കറ്റ് കാണുന്നേ? വാ നമുക്ക് പോകാം, അടുത്ത ജോലി ചെയ്യാൻ പോകാം. ഇത് അതിന്റെ ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളെ ശല്യപ്പെടുത്താതെ എവിടെ ശല്യപ്പെടുത്താതെ അവിടെ ഒരു സ്ഥലം അതിന് വേണ്ടിയിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ റിലാക്സ് ആയിട്ട് നമ്മൾ ഇനി കിച്ചണിൽ നിന്ന് പോണ വരെ നമ്മളെ ഒബ്സർവ് ചെയ്ത് എല്ലാ ഒബ്സർവേഷനാണ് കേട്ടോ പുള്ളിക്കാരനെ ഒബ്സർവ് ചെയ്ത് അവിടെ പിന്നെ അമ്മേനെ നോക്കി കുഞ്ഞു കിടക്കുമ്പോൾ അവിടെ നോക്കി കിടക്കുമ്പോൾ നമ്മളെല്ലാ ജോലികൾ ചെയ്യുന്ന ഡിസ്റ്റർബിനൊന്നും വരത്തില്ല. പക്ഷെ എല്ലാം അറിയണം, കാണണം, ആശാന് എല്ലാം അങ്ങനെയാണ്. നമ്മുടെ പ്രസൻസ് വേണം, അത്രേ ഉള്ളൂ. അവിടെ ഒബ്സർവ് ചെയ്ത് കിടന്നോളൂ കേട്ടോ. അങ്ങനെ രോഗം പൊഴിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് വൈറ്റമിൻ മരുന്നുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്, കുളിപ്പിക്കുന്നുണ്ട്. ഒരാഴ്ചയിൽ ഒരു 3 വട്ടമൊക്കെ കുളിപ്പിക്കും. ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ല വിലയുള്ള ഷാമ്പൂ ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് രോഗം പൊഴിയുന്ന അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് കൊടുക്കുന്നത്. പിന്നെ കുഞ്ഞല്ലേ ആ ഒരു ഇതായതുകൊണ്ട് അങ്ങനെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ നടപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മള് കസ്തൂരി മഞ്ഞൾ ഇതുപോലെ ഞാൻ രാവിലെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുത്ത് വെക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ മറക്കത്തില്ല. കിച്ചണിലേക്ക് ഓരോരോ ആവശ്യങ്ങൾക്ക് വരുമ്പോൾ നമുക്കത് മുഖത്തിട്ടിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് കഴുകിക്കളയുകയും ചെയ്യാം. അടിപൊളിയാണ്. അപ്പൊ ആവശ്യമുള്ളവർ മേടിച്ചു കുറെ നാൾ ഇരിക്കൂട്ടോ. നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഈർപ്പടിക്കാതിരുന്നാൽ മതി, ഒരു ഡപ്പയിൽ ഇട്ടിട്ട് വെച്ചാൽ മതി. ഇപ്പൊ ഞാൻ തന്നെ നമ്മൾ 2.5 കൊല്ലം മുമ്പ് തുടങ്ങിയ കസ്തൂരി മഞ്ഞളാണ്. ഇപ്പോഴും ഒരു വലിയ ഡപ്പയിലിട്ടിട്ട് തൈര് മേടിക്കുന്ന വലിയ ഡപ്പയിൽ 1 ലിറ്റർ അതിലിട്ട് വെച്ചിട്ട് അങ്ങനെ വെച്ചേക്കുവാണ്. അതിൽ നിന്നാണ് ഞാൻ സ്റ്റിൽ അതിന്റെ സ്പൂൺ ഇട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ. അപ്പൊ അതിൽ നിന്നാണ് സ്റ്റിൽ ഞാനത് എടുക്കുന്നത്. ഒരു കുഴപ്പം വന്നിട്ടില്ല. ഈർപ്പടിക്കാതിരുന്നാൽ മതി, അങ്ങനെ ഇരുന്നോളൂ. അങ്ങനെ അപ്പൊ എത്ര കാലം കഴിഞ്ഞ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇതിപ്പം മിക്സ് ചെയ്തിട്ട് പുറമേ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് വളിച്ചു പോകും. പിന്നെ മൂത്തിടാൻ പറ്റില്ല. എണ്ണയിടാം, എന്നാലും ഒരു മണമായിരിക്കും. അപ്പൊ ഫ്രിഡ്ജിലെടുത്ത് ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നോളൂ. അങ്ങനെയാണ്. ഒരു കുഞ്ഞി പൂച്ചക്കുഞ്ഞാണെങ്കിലും ഒരു ഡോഗ്സ് ആണെങ്കിലും അവരിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടോ. അവോയ്ഡ് ചെയ്താലും വഴക്ക് പറഞ്ഞാലും ഒന്നും കുറച്ച് നേരം കഴിയുമ്പോൾ ഇവരത് മറക്കും. എന്നിട്ട് ഇവർ പഴയ സ്നേഹത്തോടെ നമ്മുടെ അടുത്തോട്ട് വരും. ഇവര് റിവെഞ്ച് വെക്കത്തില്ല, ദേഷ്യം വെക്കത്തില്ല, വൈരാഗ്യം വെക്കത്തില്ല, അസൂയ വെക്കത്തില്ല, കുശുമ്പ് വെക്കത്തില്ല, ഒന്നുമില്ല പെറ്റ്സിന്. അവർക്ക് നമ്മളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും നമ്മൾ പേടിപ്പിക്കുകയോ ഓടിക്കുകയൊക്കെ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അവർ അതേ സ്നേഹത്തോടെ നമ്മുടെ അടുത്തോട്ട് മറക്കും. അവരെല്ലാം മറക്കും, ഒന്നും മനസ്സിൽ വെക്കത്തില്ല. അതേപോലെ ആയിരിക്കണം നമ്മളെല്ലാവരോടുള്ള വൈരാഗ്യവും വാശിയും ദേഷ്യവും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മളിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ വിഷം ഹോർമോണായിട്ട് വരത്തേയുള്ളൂ, വേണ്ടാത്ത ഹോർമോണായിട്ട്. അപ്പം നമ്മളോട് ആരൊക്കെ എന്തൊക്കെ ഉപദ്രവിച്ചാലും നമ്മളതെല്ലാം മറന്നേക്കാം, വിട്ടേക്കാം. അതിൽ നിന്ന് പഠിച്ച് പാഠം മാത്രം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. എന്നിട്ട് നമ്മൾ പൂച്ചകളെ പോലെ അല്ലെങ്കിൽ പട്ടികളെ പോലെ ആ ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാം മറന്ന് പിന്നെ അന്നത്തെ ദിവസം എൻജോയ് ചെയ്യും. ഇവരങ്ങനെയാണ്. എന്താണോ എവിടെയെങ്കിലും നോക്കി മണിക്കൂറുകളോളം നമ്മുടെ വിലോ പിടിച്ചിരിക്കുന്നതാണ്. എൻജോയ് ചെയ്ത് എന്തെങ്കിലും ഒരു സാധനം, ഒരു പൂവായിരിക്കും, ചെടിയായിരിക്കും, എന്താണോ അതിനെ നോക്കി അത് എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കും. അതിനാവശ്യമുള്ളപ്പോൾ ഭക്ഷണം കഴിച്ചു ഉറങ്ങി നമ്മുടെ കൂടെ ഇങ്ങനെ നടന്നു. ബാക്കിയുള്ളത് ഇങ്ങനെ അല്ല. പ്രകൃതി പികുതി നമ്മൾ പറയാ കളി തമാശക്ക് പികുതി കണ്ടിരിക്കുകയാണ് പറയാനിരിക്കും കേട്ടോ നമ്മള്. അതുപോലെ പികുതിയൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് എന്നിട്ട് സ്വസ്ഥമായിട്ട് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങി ജീവിക്കുന്ന ചെയ്യാണ് നമ്മുടെ പൂജ. പട്ടിക്കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ. അപ്പൊ അതിൽ നിന്ന് ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. ഇവരെന്തുപോലെ ലൈഫ് എൻജോയ് ചെയ്യുന്നതെന്ന്, അന്നന്നത്തെ ലൈഫ് എൻജോയ് ചെയ്യുന്നതെന്നറിയോ? നമ്മളെപ്പോലെ സ്ട്രെസ്സും ഇല്ല, ടെൻഷനും ഇല്ല, റിവെഞ്ചും ഇല്ല, ഒന്നുമില്ല. അന്നന്നത്തെ ജീവിതം ചെയ്യുക. നമ്മളും അതുപോലെ നോക്കുവാണെങ്കിൽ ഒത്തിരി സന്തോഷം മനസ്സമാധാനം കിട്ടും. എനിക്ക് തോന്നുന്നത് അങ്ങനെയാ, എന്റെ അനുഭവം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർക്കുന്ന കേട്ടോ, നമ്മള് രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് എത്ര ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് മനസ്സിലെപ്പോഴും ഒരു
തീ കത്തുന്ന ഒരു ഫീലാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഗൾഫ് എന്നല്ല, ഇന്ത്യ വിട്ട് എവിടെയാണെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഇന്ത്യയിലാണെങ്കിലും അത് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് എപ്പോഴും ഒരു ആദ്യം മനസ്സിൽ കിടന്ന് നിർത്തി ആക്കിയിട്ടുണ്ടാവും. ഇന്ന് എന്തൊക്കെയാ സംഭവിക്കുക, എന്തൊക്കെയായിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ, അങ്ങനെയുള്ളൊരു പേടി എപ്പോഴും മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കും. ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിലും എന്തോ ഒരു, പ്രത്യേകിച്ച് ഞാനൊക്കെ തിയേറ്ററിലാണെന്ന് ജോലി, അതുകൊണ്ട് തന്നെ എപ്പോഴേ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് കോൾ വരാം. അതേപോലെ അപ്പൊ എപ്പോഴും ഒരു ഇതാണ് എന്തെല്ലാം റിസ്കുകളാണ് ഫേസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു രീതി. ഇടയിലേക്ക് നമുക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങണം. അപ്പൊ രാവിലെ എണീറ്റ് പെട്ടെന്ന് തന്നെ പോയിട്ട് കിച്ചണൊക്കെ മുകളിലത്തെ നിലയില്ല, അപ്പൊ അവിടെ പോയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി ദോശയോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി ചായ ഉണ്ടാക്കിയിട്ട് അവിടെ നമുക്ക് ഇങ്ങനെ പാൽപ്പൊടി സപ്ലൈ തരികയില്ല. ഫുഡ് നമുക്ക് ഫ്രീ ആണ്, അപ്പൊ സപ്ലൈ തരും. അപ്പൊ ആ പാൽപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ച് റെഡി ആയിട്ട് കൊണ്ടുപോകും. അങ്ങനെ 7 നമ്മൾ ഡ്യൂട്ടിക്ക് ഇറങ്ങും. ഡ്യൂട്ടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് 5 മണി വരെ ഡ്യൂട്ടി കഴിയണവരെ നമ്മൾ എന്തോരു എന്താ പറയാ, എന്തൊരു അവസ്ഥയൊക്കെ നമ്മൾ കടന്നു പോകുന്നതെന്നറിയോ. ഇത്രയും കേസുകളും ടെൻഷനും റിസ്ക്കും അങ്ങനെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പം എന്ത് സ്വർഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് തോന്നും. നമുക്ക് അത്രയും സ്ട്രെസ് ഇല്ല, ടെൻഷൻ ഇല്ല, ഒന്നും അത്രയും നല്ല സ്ട്രെസ്സേ ഇല്ല, ടെൻഷനേ ഇല്ല, ഒന്നുമില്ല. നമുക്ക് നമ്മുടെ സാമ്രാജ്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള പേടിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, നമുക്ക് പതുക്കെ റിലാക്സ് ആയിട്ട് ജോലി ചെയ്താൽ മതി. അങ്ങനെ കുറേ കാലം നമ്മള് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മള് ഭയങ്കര എന്താ പറയാ, ഒരു ഭയങ്കര തീച്ചുളയിൽ നിന്ന് ഒരു തണുത്തൊരു അന്തരീക്ഷത്തിലേക്ക് വന്ന ഒരു ഫീലാണ് നമുക്ക് ഇപ്പം. നമ്മൾ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ജീവിക്കും, നമ്മുടേതായ ചെറിയ ബിസിനസ് കാര്യങ്ങളും അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എത്ര സ്വസ്ഥതയുണ്ടെന്നറിയോ. ഈവൻ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് ചെയ്യാനുണ്ട്, എനിക്ക് ജോലി തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ പഴയ നമ്മുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആനയാണ് പോലെയുള്ള വ്യത്യാസമുണ്ട്. സമാധാനത്തിന്റെ കാര്യത്തിൽ ഒത്തിരി റിലാക്സ് ആണ് നമ്മളിപ്പോ. എത്ര ജോലി ചെയ്താൽ മതിയല്ലോ, ടെൻഷനും സ്ട്രെസ്സും ഇല്ലല്ലോ. അങ്ങനെയാണ്, ഭയങ്കര മൈൻഡ് റിലാക്സ് ആണ് ഇപ്പം. നമ്മൾ രാവിലെ എണീറ്റും എല്ലാം സമാധാനത്തോടെ ചെയ്യാം. നമ്മളിങ്ങനെ ഭരിക്കാനും കുറ്റപ്പെടുത്താനും 24 മണിക്കൂർ നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര സമാധാനമായിട്ട് നമ്മുടെ ജോലികൾ ശാന്തമായിട്ട് ചെയ്ത് തീർത്താൽ മതി. ആ കൂടെ നമ്മുടെ പെറ്റ്സ് ഉണ്ട്, ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ മിലോ കൂടെ ഉള്ളത് കൊണ്ട് ഒന്നും പറയണ്ട. ഇതിൽ പോയി കിടക്കുക, ജനലയിൽ പോയി കാഴ്ചയൊക്കെ കണ്ട് പുറത്തോട്ടുള്ള കാഴ്ചയൊക്കെ കണ്ട് കിടക്കുക. ശരിക്കും ഒരു കുഞ്ഞിമാവ നമ്മുടെ കൂടെ ജീവിക്കും പോലെയാ. അതാണെങ്കിൽ ഫുൾ ടൈം നമ്മുടെ കൂടെ നമ്മളിങ്ങനെ സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന ഒരു കുഞ്ഞിമാവ് നമ്മുടെ കൂടെ ഉള്ള പോലെയാണ് ഇത്. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഐറേൻ ചെയ്യണുണ്ട്, അവരാണെങ്കിൽ നമ്മൾ നോക്കിയിരിക്കുകയായിരിക്കും. രാവിലെ പോലെ നമ്മുടെ സൗണ്ടൊക്കെ കേട്ട് അങ്ങനെ 24 മണിക്കൂർ നമ്മളിങ്ങനെ നമ്മളെ പ്രതീക്ഷിച്ച് നമ്മളെ സ്നേഹിക്കാൻ നമ്മുടെ പെറ്റ്സ് കൂടെ ഉള്ള അപ്പൊ ഭയങ്കര സന്തോഷമാണ്. ഇത് വേറൊരു ലോകമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ ജോലി ചെയ്തതും നമ്മൾ ജീവിച്ചതുമായ ഒരു അന്തരീക്ഷമായിട്ട് നോക്കുമ്പം ഇത് ഏതോ ഒരു ലോകത്ത് എത്തിപ്പെട്ട പോലെ നമുക്ക് തോന്നും. ഭയങ്കര സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ലോകത്ത് എത്തിപ്പെട്ട പോലെ തോന്നും. ഇപ്പൊ ആദ്യം സമയം കളയുന്നില്ല, ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് അടുത്ത ജോലിയിലേക്ക്. ആ കുടപ്പിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഇതുപോലത്തെ നൈറ്റി, ചുങ്കിടി നൈറ്റി എന്നാണ് ഇതിൽ പറഞ്ഞിട്ടോ. ഇതാണ് ഇനി അടുത്ത് നമ്മുടെ വരാനിരിക്കുന്ന പിന്നെ പുതിയ കളക്ഷൻ കേട്ടോ. അപ്പൊ ഞാൻ എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ചുങ്കിടി ഒത്തിരി നല്ലതാണ്, നല്ല രസമാണ്. കാണിച്ചു തരാവേ. ഇത് കഴിച്ചിട്ട് കാണിച്ചു തരുന്നത്. അപ്പോ ചുങ്കിടി നൈറ്റ് നല്ല രസമാണ്, നല്ല ഡിസൈനാണ്, കുറച്ചും കൂടി കട്ടിയുള്ള കോട്ടൺ ആണ്. ആ രീതിയിലാണ് അത് ഞാനപ്പോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ. ഈ തിളക്കണ ചൂടത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ജോലി ചെയ്ത് നടക്കുമ്പോൾ നമുക്ക് കുറച്ച് കാറ്റൊക്കെ കയറി റിലാക്സ് ആയിട്ട് അടിയിലൊന്നും അരിപ്പാവടയോ അതിന്റെ പാൻറ്റോ ഒന്നും വേറെ ഇടണ്ട. ഈ ഒരു നൈറ്റി കൊണ്ട് തന്നെ നമുക്ക് നല്ല കട്ടിയുള്ളത് കൊണ്ട് നേരിട്ടൊന്നും അടിക്കത്തില്ല, അഡ്ജസ്റ്റ് ചെയ്തോ. ഞാൻ കോട്ടൺ ആണ്, നല്ല കംഫർട്ടാണ്, പിന്നെ നല്ല വൃത്തി മെനയുണ്ട്. അതാണ് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രോക്ക് നൈറ്റീസ് നമ്മൾ സെയിൽ തുടങ്ങിയേക്കണം. അടിപൊളിയാണ്. ഞാൻ സ്ഥിരമായിട്ട് പിന്നെ ഇവിടെ പകൽ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫ്രോക്ക് നൈറ്റീസ് ആണ്. അല്ലെങ്കിൽ നല്ല ഷേപ്പുള്ള നൈറ്റി, അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റീസ്. ഇപ്പൊ എനിക്ക് ഫ്രോക്ക് നൈറ്റി ഭയങ്കര ഇഷ്ടമാണ്, കുറേ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും പുറമേ പോകുമ്പോൾ മാത്രമാണ് നമ്മൾ വേറെ എന്തെങ്കിലും ചൂസ് ചെയ്യുന്നത്. ഭയങ്കര കംഫർട്ടാണ്. അപ്പൊ അതിന്റെ സെയിൽ നമുക്കൊണ്ട് അറിയാലോ. അപ്പൊ അത് ആവശ്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിലേക്ക് വന്നാൽ നമ്മൾ ഫ്രോക്ക് നൈറ്റി ഒക്കെ കണ്ട് കേട്ട് പോകാം. ഇനിയിപ്പോ ഇന്ന് എനിക്ക് കുറെ വേറെ ഫോട്ടോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാനുണ്ട്, അത് വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ പിന്നെ ചുങ്കിടിയിൽ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്, അത് വരും. അപ്പൊ അതും നമുക്ക് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. എനിക്കാണ്. അപ്പൊ ചായ കുടിച്ചിട്ട് നമുക്കിത് നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് കിടക്കാം. ഇത് കണ്ടോ, ഇതുപോലെയുള്ള നല്ല കോട്ടന്റെ പ്യൂർ ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളറിലും പൂക്കളും കായും ഒക്കെ ആയിട്ട് അടിപൊളി കളർ പാറ്റേണിലും ഒക്കെ ആയിട്ട്. ഇത് ചുങ്കിടി ടൈപ്പ് ആണ് കേട്ടോ. ഇതിന്റെ സെയിൽ നമ്മൾ ഉടനെ തുടങ്ങും. ചുങ്കിടി പാറ്റേണിന്റെ കുറച്ചൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഫ് സ്ലീവും കൊടുത്തിട്ടുണ്ട്, അടിയിൽ ഇങ്ങനെ ഫ്രില്ലും കൊടുത്തിട്ടുണ്ട്, പിന്നെ പുറകില് ഒരു ടൈ കൊടുത്തിട്ടുണ്ട്. പുറകിൽ ഇതേപോലെ ബോഡി ഷേപ്പിൽ കെട്ടാനൊരു ടൈയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വീട്ടിൽ കൂടെ നല്ല ഷേപ്പിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും.
അങ്ങനെ നല്ല ഷേപ്പിൽ നമുക്ക് വീട്ടിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന കോട്ടന്റെ നല്ല കംഫർട്ടാണ്. അടിപ്പാവാടയോ അടിയിൽ പാൻറ്റോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നല്ല കോട്ടന്റെ കട്ടിയുള്ള ഫ്രോക്ക് നൈറ്റീസ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ്. ഇനി മറ്റേണിറ്റി നൈറ്റി, ഇനി ഫീഡിംഗ് മദേഴ്സിനുള്ള നൈറ്റ് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ ഉള്ള കാലതാമസം കൊണ്ടാണ്. ഇപ്പൊ ഈ വിഷുവും അതുപോലെ മുസ്ലിംസിന്റെ പെരുന്നാളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവരെനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഫ്രോക്ക് നൈറ്റീസ് ആവശ്യമുള്ളവർ ഇപ്പൊ നമ്മുടെ അടുത്ത് കുറെ കളക്ഷൻ ഉണ്ട്. വാട്സപ്പിലെ കാറ്റലോഗിലേക്ക് വരും. ഒത്തിരി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ ഇന്ന് വൈകുന്നേരം പറ്റിയ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ നാളത്തേനൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പൊ അതൊക്കെ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രോക്ക് നൈറ്റീസ് മേടിച്ചോളൂ. അപ്പൊ ആ കൂടെ തന്നെ നമുക്ക് ഒത്തിരി നല്ല നല്ല പ്രൊഡക്റ്റുകളുണ്ട്. കസ്തൂരി മഞ്ഞളും ബോഡി മോയ്സ്ചറും ലിപ് ബാമും നാച്ചുറൽ വിവാക്സിന്റെ ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഉണ്ട്. അറിയാത്തവർക്ക് വേണ്ടി പറയാം. അപ്പൊ രാവിലത്തെ നമ്മുടെ മെയിൻ ജോലി തീർന്നു. എല്ലാം കൊറിയർ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. നമുക്ക് ഇന്ന് ഇത്രയും കൊടുക്കാനുണ്ട്. ബാക്കിയുള്ളത് ഇനി ഞാൻ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല. നാളെ നമ്മൾ സിനിമയ്ക്ക് പോവാം. എമ്പുരാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് 27-ാം തീയതി. അപ്പം നാളെ ഞാൻ പറ്റിയ കുറച്ച് കൊടുക്കും. ഇല്ല പിന്നെ 28-ാം തീയതിയാണ് ഇനി അടുത്തത്. അത്രേ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് എന്റെ അമ്മ വരുന്നുണ്ട്. അതൊരു സന്തോഷം. അപ്പൊ പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് ഒത്തിരി വിശേഷങ്ങൾ കുറെ നാൾ കൂടി വരുന്നതാണ്. അപ്പൊ ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ പശുവിന്റെ അടുത്ത് ഓട്ടോയ്ക്ക് ഇത് കൊടുത്തു വിടാണ്. കാർ കൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബ്ലാക്ക് ടീ ഒക്കെ വെച്ച് ഒരു പഴമൊക്കെ എടുത്തു തന്നു. ഇനി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം. അമ്മ വരുമല്ലേ. അപ്പൊ അങ്ങനെ ഇനി ആ ജോലി തിരക്കിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ കൊടുത്തു വിടാണ്. മെയിൻ ആയിട്ട് നമുക്ക് ഇന്ന് ഒത്തിരി പിന്നെ നമ്മുടെ ഗരം മസാല ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബോഡി മോയ്സ്ചറും കസ്തൂരിമഞ്ഞളും ഓഫർ സെയിൽ ഉണ്ട്. കസ്തൂരിമഞ്ഞളിനും അറിയാലോ. വാട്സപ്പിലേക്ക് വരും കേട്ടോ. അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. നൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നൈറ്റികളുടെ അടുത്ത സെക്ഷൻ നമുക്ക് വീഡിയോ എടുക്കാൻ കിടക്കുവാണ്. അത് ഇനി സമയം പോലെ എടുക്കണം. പറ്റിയ നാളെയൊക്കെ എടുക്കാൻ ഓർക്കാം. ഇനി സമയം കിട്ടത്തില്ല. ഇന്ന് കുക്കിങ്ങും അമ്മയുടെ വിശേഷം പറിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് മിസ്സസ് നമ്മുടെ ബാസ്ക്കറ്റിലേക്ക് ആക്കിയിട്ട് കൊറിയറിൽ കൊടുത്തു വിടട്ടെ. ഓട്ടോയ്ക്കാണ് കൊടുത്തു വിടുന്നത്. അങ്ങനെ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി കുക്കിങ്ങിലേക്കൊക്കെ പോവാണ്. അപ്പൊ ശരി, ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് വേണം, ഷെയർ വേണം കേട്ടോ, മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, ടാറ്റാ, നമുക്ക് വീണ്ടും കാണാം.